കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട എന്നുള്ളതാണ്. 5 കോടി വില വരുന്ന 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി രാജസ്ഥാൻ ഡൽഹി സ്വദേശികളായ 2 സ്ത്രീകൾ പിടിയിലായി. ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയവരാണ് പിടിയിലായത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്ന വിവരം? ഈ പിടിയിലായവരെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ ഉദ്യോഗസ്ഥർ? ഈ കൊച്ചിയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വരവ് വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ കേസോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ഏകദേശം 42 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചിയിലേക്ക് എത്തിയതെന്ന് കസ്റ്റംസ് വിലയിരുത്തുന്നുണ്ട്. ഇന്ന് 15 കിലോ കഞ്ചാവ് 8 ബാഗേജുകളിലായിട്ടാണ് അവർ എത്തിച്ചത്. ഹൈബ്രിഡ് കഞ്ചാവാണ്. രാജസ്ഥാൻ ഡൽഹി സ്വദേശികളാണ്. അവർ ബാങ്കോക്കിൽ നിന്ന് എത്തുന്ന ഘട്ടത്തിലാണ് സംശയം തോന്നി കസ്റ്റംസ് പരിശോധിച്ചത്. അപ്പോഴാണ് ഇവരുടെ ബാഗേജിൽ നിന്ന് ഈ കഞ്ചാവ് പിടികൂടിയത്. പ്രത്യേക താപനിലയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന ഒന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്. അത് കൊച്ചിയിലേക്ക് എത്തിച്ച് കൊച്ചിയിലൊരു ഉന്നത ശ്രേണി, വലിയ വിലയാണ് ഈ കഞ്ചാവ് നൽകുന്നത്. ഒരു ഉന്നത ശ്രേണിയിൽപ്പെട്ട ആളുകളാണ് പ്രത്യേകിച്ച് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സിനിമ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പിടികൂടിയത് ഹൈബ്രിഡ് കഞ്ചാവുമായാണ്. അത്തരക്കാരെയൊക്കെ ലക്ഷ്യം വെച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് പിടിയിലായ ആളുകളെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. അവരുടെ വിശദാംശങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അവിടെ ഈ ഇത്തരത്തിൽ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആളുകളാണ്, ഈ കാരിയർമാരായി പ്രവർത്തിക്കുന്ന ആളുകളാണെന്നാണ് കസ്റ്റംസിന്റെ ഒരു വിലയിരുത്തൽ. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പരിശോധനകളൊക്കെ തുടരാൻ തന്നെയാണ് കസ്റ്റംസിന്റെ തീരുമാനം. പ്രവിധ.